ഓണപരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് വാട്ട് ഈസ് സ്മാർട്ട് ഫാമിംഗ്, എക്സ്പ്ലെയിൻ ഇറ്റ്. എന്താണ് സ്മാർട്ട് ഫാമിംഗ് വിശദമാക്കാൻ 2 മാർക്കിനൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്. സ്മാർട്ട് ഫാമിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് ചാപ്റ്റർ ആയിരിക്കും? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? അഗ്രികൾച്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്മാർട്ട് ഫാമിംഗ് എന്ന് ചോദിച്ചാൽ സ്മാർട്ട് ആയിട്ടുള്ള കുറേ ടെക്നോളജികൾ ഉണ്ട്, അതായത് മോഡേൺ ടെക്നോളജികൾ. ആ ടെക്നോളജികളൊക്കെ എവിടെ അപ്ലൈ ചെയ്യുക? കൃഷിയിൽ അപ്ലൈ ചെയ്യുക, അഗ്രികൾച്ചറിൽ അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും എന്തുണ്ട്? ടെക്നോളജികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺലൈൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു ടെക്നോളജിയാണ്. അതെന്ത് എഡ്യൂക്കേഷനിൽ ടെക്നോളജി അപ്ലൈ ചെയ്തതാണ്. അങ്ങനെ ഓരോ ഫീൽഡിലും എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അഗ്രികൾച്ചറിൽ, കൃഷിയിൽ ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണെന്ത്? സ്മാർട്ട് ഫാമിംഗ്. സ്മാർട്ട് ഫാമിംഗ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജിയുടെ എഫക്റ്റീവ് യൂട്ടിലൈസേഷനാണ്. ഏതൊക്കെ മോഡേൺ ടെക്നോളജി? ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള മോഡേൺ ടെക്നോളജികൾ ഇൻ അഗ്രികൾച്ചറിൽ, കൃഷിയിൽ ഉപയോഗിക്കുന്ന പരിപാടിയാണെന്ത്? സ്മാർട്ട് ഫാമിംഗ്. നിർമ്മിത ബുദ്ധി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണെന്ത്? സ്മാർട്ട് ഫാമിംഗ്. ഇത് 2 മാർക്കിന് ചോദിച്ചാൽ ഇങ്ങനെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ട് എഴുതാം. ഇനി സിമ്പിളായിട്ട് 1 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് ആ വാക്കൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഇത്ര മാത്രം എഴുതിയാൽ മതി. സ്മാർട്ട് ഫാമിംഗ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ. ഈ ഒരു വാക്ക് എന്ത് ചെയ്യേണ്ട? അതിൻ്റെ ആവശ്യമില്ല. 2 മാർക്കിന് 1 മാർക്കിനാണെങ്കിൽ കേട്ടോ. ജസ്റ്റ് മോഡേൺ ടെക്നോളജി കൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതി കൊടുത്താൽ മതി. ഇന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ മോഡേൺ ടെക്നോളജികളാണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് അതും കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി വൃത്തിയായി. അപ്പോൾ നമുക്ക് എന്തായാലും 2 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ മാർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ചെയ്യാം. അങ്ങനെയെങ്കിൽ എന്താണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും തമ്മിലുള്ള വ്യത്യാസം? ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഹൈഡ്രോപോണിക്സ് ആവട്ടെ, എയറോപോണിക്സ് ആവട്ടെ, ഈ 2 കൃഷി രീതിയിലും എന്ത് വേണ്ട? മണ്ണ് വേണ്ട. നമ്മളൊക്കെ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മണ്ണുണ്ടെങ്കിലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ മാനത്ത് കൃഷി ചെയ്യാൻ പറ്റുമോ സാറേ? അങ്ങനെയല്ല, മണ്ണില്ലെങ്കിലും എന്ത് ചെയ്യാം? കൃഷി ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചതാണ് ഇത് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രിയൻ സൊല്യൂഷനിൽ, മണ്ണിൽ എന്തിനാണ് നമ്മൾ കുഴിച്ചിടുന്നത്? മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിൽ ഈ ചെടികളെ പോയിട്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുക? ഒരു സൊല്യൂഷനിൽ ഫില്ല് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ മണ്ണിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ ചെടീനെ എവിടെ പ്ലേസ് ചെയ്താൽ മതി? ഈ ന്യൂട്രിയൻ സൊല്യൂഷനിൽ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ആ ന്യൂട്രിയൻ സൊല്യൂഷനിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റും. അത്തരത്തിൽ ന്യൂട്രിയൻ സൊല്യൂഷനിൽ പോഷകലാനയിൽ ചെടികളെ വളർത്തുന്ന ടെക്നോളജിയാണെന്ത്? ഹൈഡ്രോപോണിക്സ്. അങ്ങനെയെങ്കിൽ എയറോപോണിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിനെ നമ്മളിങ്ങനെ എയറിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. അപ്പോൾ സാർ അതിനെങ്ങനെ ന്യൂട്രിയൻസ് കിട്ടുക? അത് മണ്ണിലാണോ? അല്ല. അപ്പോൾ പിന്നെ ഇനി ഓക്കെ, പോഷകലായനിയിലാണോ അല്ലെങ്കിൽ ന്യൂട്രിയൻ സൊല്യൂഷനിൽ പ്ലേസ് ചെയ്ത് വെച്ച് കാണോ? അതുമല്ല. പിന്നെ അതിനെങ്ങനെ കിട്ടും? എങ്ങനെ അതിന് ന്യൂട്രിയൻസ് കിട്ടും? അതിനെങ്ങനെ ന്യൂട്രിയൻസ് കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ എയറിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? സ്പ്രേ ചെയ്ത് കൊടുക്കും. സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ്റെ കുപ്പിയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതുകൊണ്ട് എന്ത് ഇങ്ങനെ സാനിറ്റൈസർ അടിക്കുന്ന പോലെ അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതാണ് എയറോപോണിക്സിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇൻ ഹൈഡ്രോപോണിക്സ് വേർ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ, പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻ സൊല്യൂഷനിലാണ് വളരുക. അതേസമയം ഇൻ എയറോപോണിക്സ് വേർ പ്ലാന്റ്സ് ആർ ഗ്രോൺ സസ്പെൻഡഡ് ഇൻ ദ എയർ വിത്തൗട്ട് സോയിൽ, അതെന്ത് ചെയ്യും? എയറിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെ. പോഷകലാനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. എന്നാൽ മണ്ണില്ലാതെ വായുവിൽ തൂക്കിയിട്ട് സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണെന്ത്? എയറോപോണിക്സ്. അപ്പോൾ ഈ 2 കൃഷി രീതി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാഷയിൽ എഴുതി കൊടുത്താലും നോ പ്രശ്നം. ഇതാണ് കണ്ടന്റ് ആയിട്ട് വരേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ പഠിക്കാൻ തുടങ്ങിയവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇനി 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പഠിക്കാൻ തുടങ്ങിയവരൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഞാൻ തുടങ്ങി, ഞാൻ പൊളിക്കും, ഞാൻ ഫുൾ A+ വാങ്ങിക്കും, അല്ലെങ്കിൽ ഞാൻ 20ൽ 20 ബയോളജിയിൽ അടിക്കും എന്നിങ്ങനെ ഒരു വിശ്വാസമുള്ളവരെന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു എസ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ. പിന്നെ നമ്മളെ അസ്ത്ര ബാച്ചിൽ നമ്മളെ യോദ്ധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? വളരെ വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക. ഈ ഒരു മാസം 23-ാം തീയതി വരെ ഐ തിങ്ക് ഈ ഒരു ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ സീ യു സൂൺ. ഗുഡ് ബൈ. ഓൾ ദി ബെസ്റ്റ്.